നമസ്കാരം. സോഷ്യൽ മീഡിയയിലെ ഒരു സ്ഥിരം ചർച്ചാ വിഷയമായിരിക്കുകയാണ് നടനും രാഷ്ട്രീയ പ്രവർത്തകനുമായ കൃഷ്ണകുമാറിന്റെ കുടുംബം. മലയാളി കുടുംബങ്ങളിൽ നിന്ന് ഈ താര കുടുംബത്തിനുള്ള സ്വാധീനം ചെറുതല്ല. കുടുംബജീവിതം എങ്ങനെ മനോഹരമായി മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് പലർക്കും കൃഷ്ണകുമാർ കുടുംബം കാണിച്ചു തരുന്നു. 4 മക്കൾ സ്വതന്ത്രരായി ജീവിക്കുന്ന വീടാണ് കൃഷ്ണകുമാറിന്റേത്. ദിയയുടെ കുഞ്ഞ് വന്നതിന്റെ സന്തോഷത്തിലാണ് എല്ലാവരും ഇന്ന്. ഇതിനിടെ അഹാന കൃഷ്ണ ഹോം ടൂർ വീഡിയോ തന്റെ യൂട്യൂബ് ചാനലിൽ പങ്കുവച്ചു. ഇതേ ദിവസം തന്നെ അനിയത്തിമാരായ ഇഷാനിയും ഹൻസികയും ഹോം ടൂർ വീഡിയോ പങ്കുവച്ചു. ഇത് പലർക്കും കൗതുകമായി. 3 വ്ലോഗിലും ഒരു വീട് തന്നെയാണ്. മുറികൾ കാണിക്കുന്നതിലും മറ്റും പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല. എന്നാൽ അഹാനയുടെ വ്ലോഗാണ് പ്രേക്ഷകർക്കിടയിൽ കൂടുതൽ ശ്രദ്ധ നേടിയത്. പഴയ കഥകളൊക്കെ പറഞ്ഞ് വൈകാരികമായിട്ടാണ് അഹാനയുടെ വ്ലോഗ്. അഹാനയുടെ വ്ലോഗ് വന്ന ശേഷമാണ് ഹൻസികയുടെ ഹോം ടൂർ വീഡിയോ വന്നത്. ഇതോടെ പലരും താരതമ്യം ചെയ്തു. അഹാനയുടെ വ്ലോഗാണ് ഇഷ്ടപ്പെട്ടതെന്ന് പലരും പറഞ്ഞു. താരതമ്യം ഹൻസികയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. നിങ്ങളിൽ കുറച്ചു പേർക്ക് താരതമ്യം ചെയ്യാതിരിക്കാൻ പറ്റുമോ എന്ന് ഹൻസിക വ്ലോഗിന് താഴെ കമന്റ് ചെയ്തു. ഇനിയും വിമർശനം വന്നു. പിന്നെ എന്തിനാണ് ഓരോ ദിവസം ഒരേ വീടിന്റെ വീഡിയോ പങ്കുവച്ചതെന്ന് ഒരാൾ ചോദിച്ചു. ഇതിന് ഹൻസിക മറുപടിയും നൽകി. ഞങ്ങൾ വെവ്വേറെ യൂട്യൂബ് ചാനലുകളുള്ള ഒരു വീട്ടിൽ താമസിക്കുന്ന 6 ഫാമിലി മെമ്പേഴ്സ് ആണ്. നിങ്ങളെ കാണാൻ നിർബന്ധിക്കുന്നില്ല. കാണണമെന്നുണ്ടെങ്കിൽ കാണുക, അല്ലെങ്കിൽ അവഗണിക്കൂ എന്നാണ് ഹൻസികയുടെ കമന്റ്. അപ്പോഴും വിമർശിച്ചയാൾ വിട്ടില്ല. എന്നാൽ ഞങ്ങൾ കാണുന്ന കണ്ടന്റ് താരതമ്യം ചെയ്യരുതെന്ന് പറയുന്നതിൽ കാര്യമില്ലെന്നാണ് ഇവരുടെ കമന്റ്. ഹൻസികയെ പിന്തുണച്ചും കമന്റുകളുണ്ട്. കുടുംബത്തിലെ ഇളയ കുട്ടിയാണ് ഹൻസിക. കോളേജ് വിദ്യാർത്ഥിനിയായ ഹൻസിക സോഷ്യൽ മീഡിയയിലെ താരമാണ്. കോളേജിലെ 3ാം വർഷ വിദ്യാർത്ഥിയായ ഹൻസിക കഴിഞ്ഞ ദിവസം കോളേജ് സൗഹൃദങ്ങളിൽ വന്ന മാറ്റത്തെക്കുറിച്ച് സംസാരിക്കുകയുണ്ടായി. അവർ എന്നെ വേദനിപ്പിക്കുകയും ചതിക്കുകയും ചെയ്തു. 2-3 പിള്ളേർ എന്നെ വേദനിപ്പിച്ചിട്ടുണ്ട്. അവരുമായി ഇപ്പോൾ സൗഹൃദമില്ല. നേരത്തെ തന്നെ അവർ എന്നെ ജീവിതത്തിൽ നിന്ന് പോയത് നന്നായി എന്നൊക്കെയാണ് ഹൻസിക പറഞ്ഞിരുന്നത്. അടുത്ത കാലം വരെ സോഷ്യൽ മീഡിയയിൽ ആരാധകർക്കൊപ്പം ഹേറ്റേഴ്സും താരകുടുംബത്തിനുണ്ടായിരുന്നു. എന്നാൽ ഈ അടുത്ത് ഇവരുടെ ജനപ്രീതി കൂടി. ദിയയുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട പ്രശ്നം കുടുംബം കൈകാര്യം ചെയ്ത രീതി ഏവർക്കും ഇഷ്ടമായി. ദിയയുടെ ഡെലിവറി വ്ലോഗ് കൂടി കണ്ടതോടെ ജനപ്രീതി പിന്നെയും കൂടി. ഇതേക്കുറിച്ച് കഴിഞ്ഞ ദിവസം ദിയയുടെ അമ്മ സിന്ധു കൃഷ്ണ സംസാരിച്ചിരുന്നു. ധാരാളം പേർ ദിയയുടെ പ്രഗ്നൻസിയും ബേബിയുടെ വരവും അവരുടെ കുടുംബത്തിലെ ഒരു കുട്ടിക്ക് സംഭവിക്കുന്നത് പോലെയാണ് എടുത്തിട്ടുള്ളത്. ഞങ്ങളുടെ ഫാമിലിയെ നിങ്ങളുടെ ഫാമിലിയുടെ ഭാഗ്യമായി പരിഗണിക്കുന്നതിൽ എല്ലാ മലയാളികളോടും നന്ദി പറയുന്നതെന്നാണ് സിന്ധു തന്റെ വ്ലോഗിൽ പറഞ്ഞിരുന്നത്. താരകുടുംബത്തിലെ ആദ്യത്തെ ആൺകുഞ്ഞാണ് ദിയയുടേത്. നിയോ എന്നാണ് കുഞ്ഞിന്റെ പേര്.